Hi friends, all കൂട്ടുകാർക്കും ടെക്നിക്കൽ കോർണർ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതേപോലത്തെ ഒരു PVC പൈപ്പ് ഉണ്ടാവുമല്ലോ, വേസ്റ്റ് ആയിട്ടുള്ളത്, വീട്ടിലൊക്കെ വേസ്റ്റ് ആയിട്ട് PVC പൈപ്പ് കാണും. അത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു PVC ഷീറ്റ് ആക്കാമെന്നാണ്. ഓക്കെ, എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഒന്ന് തന്നെ അതെ കണ്ടോ, ഇതേപോലത്തെ ഒരു PVC ഷീറ്റ്. ഇത് നമുക്ക് കാർഡ്ബോർഡിൻ്റെ ഒക്കെ പകരം നമ്മൾ എന്തെങ്കിലും DIY പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ ആക്കുന്നതെന്ന് നോക്കാം. ഇത് പിടിച്ചു. അപ്പം നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, ഞാൻ ആദ്യമേ ഇതേപോലത്തെ ഒരു പൈപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 3 ഇഞ്ച് പൈപ്പാണ്. നീളം എത്ര വേണം എടുക്കാം. ഓക്കെ, എനിക്ക് സൈസ് എത്ര വേണം എടുക്കാം. വലുത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഷീറ്റ് കിട്ടും, ചെറുതാണെങ്കിൽ ചെറിയ ഷീറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് സെൻറ്ററിൽ കൂടെ ഒന്ന് ലൈൻ എടുക്കണം. അത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റാർട്ടിൽ നിന്ന് എൻഡ് വരെ കറക്റ്റ് ഒരേ ലൈനിൽ മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാം. അതിൻ്റെ അടുത്ത് കട്ട് ചെയ്യാൻ പറ്റുന്ന മെഷീൻ എന്തെങ്കിലും ഉണ്ട് കഴിഞ്ഞാൽ അത് വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാണ്. ഓക്കെ, നമ്മളപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കണ്ടോ, ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി ഉള്ളത്. നമുക്കിതിന് ഷീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് മെയിൻ പരിപാടി എന്താണെന്ന് അറിയാമോ? ഇതാണ്. നമുക്ക് വീട്ടിലെ ഗ്യാസ് കത്തിക്കുക. ഗ്യാസ് കത്തിച്ചിട്ട് നമുക്കതൊന്ന് പതിയെ ഹീറ്റ് ചെയ്ത് നേരെയാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് നമ്മുടെ ഹീറ്റ് ചെയ്യുന്ന മറ്റേ ഗണ്ണില്ലേ, ആ സംഭവം ഉണ്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, നല്ല പെർഫെക്ഷനോട് ചെയ്യാൻ പറ്റും. ഗ്യാസ് ചെയ്യുമ്പോൾ പറ്റില്ല എന്നല്ല, പറ്റും, പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് നേരം നമ്മൾ അതിലേക്ക് നല്ലപോലെ ചെയ്യുവാണെങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിനൊന്ന് സെറ്റാക്കി വെക്കാം. അതായത് നമുക്കൊന്ന് ഹീറ്റ് ചെയ്യുക, അതിൻ്റെ സ്ട്രെങ്ത്ത് കുറയ്ക്കുക, നമുക്ക് ഷീറ്റ് പോലെ ആക്കിയെടുക്കുക. ഓക്കെ, പിന്നെ അത് തണുക്കുമ്പോൾ അതായത് അതിൻ്റെ ചൂട് പോകുമ്പോഴത്തേന് അത് നല്ല സ്ട്രോങ് ആയി നിന്നോളും. പെട്ടെന്ന് ഇങ്ങനെ ചൂടാക്കുക, സംഭവം സെറ്റാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് വേറെ മരത്തിൻ്റെ ചെറിയ പീസോ ഇല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി ആക്കുന്ന ആ റോളറില്ലേ, അത് വെച്ച് നമുക്കിന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലെയിനായി കിട്ടും. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റി യൂസ് ആവും. അതുകൊണ്ടാണ്. അപ്പോൾ വെറുതെ ഒരു പൈപ്പ് കളയുന്നേക്കാളും നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ തിങ്സ് ആക്കി എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആക്കിയെടുക്കുന്നത് തന്നെ. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മളിങ്ങനെ ഹീറ്റാക്കി എടുക്കുമ്പോഴേ പൈപ്പ് നല്ല ചൂട് കാണും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തുണിയൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാൻ. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചപ്പാത്തിയുടെ റോളർ വെച്ച് കണ്ടോ, ഇതേപോലെ റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പ്ലെയിൻ ഷീറ്റായിട്ട് നല്ലപോലെ കിട്ടും. വളരെ സിമ്പിളാണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ PVC ഷീറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി വളവൊക്കെ ഉണ്ട്. അത് നമുക്കിനി കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് സെറ്റാക്കി എടുത്താൽ മതി. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.